മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച ദൈവത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നാം ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ലോകരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച ഈശോ മിശിഹ മരക്കുരിശിൽ മൂന്നാണുകളിൽ തൂങ്ങിക്കിടന്ന് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച പരിശുദ്ധമായ ദിവസം. ഈ അവസരത്തിൽ തെയോസ് വിശുദ്ധവാര ധ്യാനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം അരുളുന്നു. തെയോസ് എന്നാൽ ദൈവം എന്നാണ് അർത്ഥം. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച ദൈവത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുന്നു. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നാം ആദ്യമായി ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് യേശു മരിച്ചത് എന്നാണ്. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചിലർ പറയും യേശു മരിച്ചത് ശത്രുക്കളുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ചില ചരിത്രകാരന്മാരും ഗ്രന്ഥകാരന്മാരും പറയും യേശു അനീതിക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ ഇഷ്ടപ്പെടാതിരുന്ന അധികാരികൾ യേശുവിനെ നിശബ്ദനാക്കാൻ കൊന്നുകളഞ്ഞതാണ് എന്ന്. എന്നാൽ വാസ്തവത്തിൽ യേശുവിൻ്റെ മരണം എന്തായിരുന്നു? യേശുവിൻ്റെ മരണം ആത്മാർപ്പണമായിരുന്നു. യേശു തന്നെ മരണത്തിന് വിട്ടുകൊടുത്തതാണ്. യേശുവിൻ്റെ മരണം മറ്റാരുടെയെങ്കിലും ഗൂഢാലോചനയുടെ ഫലമായി സംഭവിച്ചതല്ല. യേശുവിനെ ആരെങ്കിലും കീഴ്പ്പെടുത്തിയതല്ല. യേശുവിനെ ആരെങ്കിലും വധിച്ചു കളഞ്ഞതല്ല. മറിച്ച് യേശു തന്നെ അർപ്പിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വചനങ്ങളിൽ ഈശോ ഇപ്രകാരം പറയുന്നു: തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവനെ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അത് അർപ്പിക്കാനും വീണ്ടും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. അത് ആരും എന്നിൽ നിന്നും പിടിച്ചെടുക്കുകയല്ല, ഞാൻ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൽ നിന്ന് ആരും ആ ജീവൻ പിടിച്ചെടുത്തതല്ല, യേശു അർപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ശത്രുക്കൾ യേശുവിനെ പിടികൂടാനായി വന്നപ്പോൾ, ശിഷ്യന്മാർ യേശുവിനെ സംരക്ഷിക്കാനായി പടപൊരുതാൻ ഇറങ്ങിയപ്പോൾ യേശു പറഞ്ഞത് നിങ്ങളത് ചെയ്യേണ്ട. വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാലെ മരിക്കും. വേണമെങ്കിൽ എനിക്ക് പിതാവിനോട് പ്രാർത്ഥിക്കുകയും പിതാവ് ദൂതന്മാരെ അയക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണമെങ്കിൽ ഇത് സംഭവിക്കണം. അങ്ങനെ ഈശോ തന്നെ വിട്ടുകൊടുത്തതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ മരണം ഒരു ആത്മാർപ്പണമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റ് ഗ്രന്ഥകാരന്മാർ പറയുന്നത് പോലെയോ മറ്റ് ചരിത്രകാരന്മാർ പറയുന്നത് പോലെയോ ആരുടെയെങ്കിലും ഗൂഢാലോചനയുടെ ഫലമായിട്ടോ ആരുടെയെങ്കിലും തന്ത്രങ്ങളുടെ ഫലമായിട്ടോ യേശു പരാജയപ്പെട്ടത് കൊണ്ടോ യേശുവിനെ മറ്റുള്ളവർ കീഴ്പ്പെടുത്തിയത് കൊണ്ടോ സംഭവിച്ചതല്ല യേശുവിൻ്റെ കുരിശുമരണം. മറിച്ച് യേശു തന്നെ അർപ്പിച്ചത് കൊണ്ട് സംഭവിച്ചതാണ് യേശുവിൻ്റെ കുരിശുമരണം. ഇനി നാം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ തന്നെ അർപ്പിച്ചത്? ലോകത്തെ രക്ഷിക്കാനായി യേശുവിന് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ലേ? യേശു ദൈവമായിരുന്നു, സർവശക്തനായിരുന്നു. ഈ ലോകത്തെ രക്ഷിക്കാൻ, പാപങ്ങളിൽ നിന്ന് മനുഷ്യവർഗത്തിന് മോചനം നൽകാൻ ഏതെങ്കിലും മാർഗം യേശുവിന് സ്വീകരിക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് സ്വമനസാലെ ഇഷ്ടപൂർവം യേശു തന്നെ മരണത്തിന് വിട്ടുകൊടുത്തത്? എന്തുകൊണ്ടാണ് യേശു കുരിശിൽ മരിച്ചത്? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ 2 കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്നാമതായിട്ട് യേശുവിൻ്റെ മരണം സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. സ്നേഹത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. സ്നേഹത്തിൻ്റെ അടയാളം ത്യാഗമാണ്. സ്നേഹത്തിൻ്റെ ഉറപ്പ് നൽകുന്ന അടയാളമാണ് ത്യാഗം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം.
ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായാൽ ആ വ്യക്തിക്ക് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവനർപ്പിക്കാൻ തയ്യാറായാൽ അതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കാര്യത്തിൽ ഈശോ നമുക്ക് വേണ്ടി തന്നെ ബലിയായി അർപ്പിച്ചു. അത് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അടയാളമാണ്. മനുഷ്യവർഗത്തോടുള്ള അനന്തമായ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, സ്നേഹിതരോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈശോ തന്നെ ബലിയായി അർപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാമത്തെ ദിനത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതരെന്നാണ് വിളിക്കുക. നമ്മെ സ്നേഹിതരെന്ന് വിളിച്ചവനാണ് ഈശോ. സ്നേഹിതരായി നമുക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ആ ബലിയർപ്പണത്തിലൂടെ നമ്മോടുള്ള സ്നേഹം ഈശോ വെളിപ്പെടുത്തുകയുമാണ് ചെയ്തത്. സ്നേഹമാണ് കുരിശിൽ നമുക്ക് കാണാൻ സാധിക്കുക. മനുഷ്യവർഗത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈശോ മരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം മനസ്സിലാക്കുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നു. കുരിശിൽ മരിച്ചതുകൊണ്ട്, കുരിശ് മരണം വഴി ആ ദൈവ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ വീണ്ടും യോഹന്നാൻ ശ്ലീഹ പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങളെ മോചനത്തിനായി തൻ്റെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നതിലുമാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈശോ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത് ഈ ലോകം കാണുവാനോ ചുറ്റി സഞ്ചരിക്കുവാനോ അല്ല, മറിച്ച് ഈ ലോകത്തിന് വേണ്ടി തന്നെ ബലിയർപ്പിക്കാനാണ്. ആ ബലിയർപ്പണത്തിൽ നിന്നാണ് സ്നേഹം നമുക്ക് മനസ്സിലാക്കുന്നത്. യേശുവിൻ്റെ കഠിന യാതനകൾ നമ്മോട് വിളിച്ചോതുന്നത് ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തെ കുറിച്ചാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 7-8 വചനങ്ങളിൽ പറയുന്നു, നീതിമാനു വേണ്ടി പോലും ഒരുവൻ മരിക്കുക എന്നത് സാധാരണ സംഭവമല്ല. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ ആരെങ്കിലും തയ്യാറായേക്കാം. എന്നാൽ നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചു. ഇതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നമുക്ക് വെളിപ്പെടുന്നു. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണം സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. എന്തിനാണ് യേശു ഇത്രയും പീഡകൾ സഹിച്ച് മരക്കുരിശിൽ ഇത്രയും അവമാനം സഹിച്ച് മരിച്ചത്? എന്തുകൊണ്ടാണ് യേശു തന്നെ വിട്ടുകൊടുത്തത് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ കാരണം ഇതാണ്, ദൈവസ്നേഹം വെളിപ്പെടുത്താൻ. ഇന്ന് നമുക്ക് ദൈവസ്നേഹത്തിന് ഒരു ഉത്തമമായ അടയാളമുണ്ട്, കുരിശ്. കുരിശ് കണ്ടാൽ ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി തന്നെ ബലിയർപ്പിച്ച യേശു ക്രിസ്തു മരിച്ച കുരിശ് ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് ഈശോ കുരിശിൽ മരിക്കാൻ തന്നെ ബലിയായി അർപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് പാപമോചനം സംഭവിക്കുന്നത് രക്തത്തിലൂടെയാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ പറയുന്നു, രക്തം ചിന്താതെ പാപമോചനം ഇല്ല. രക്തം ചിന്താതെ പാപമോചനമില്ല. ഇസ്രായേൽ ജനവും ചുറ്റുമുണ്ടായിരുന്ന എല്ലാ ജനതകളും ആഴമായി വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണിത്, രക്തം ചിന്താതെ പാപമോചനമില്ല. അതുകൊണ്ട് തന്നെ അവർ എല്ലാ വർഷവും പാപമോചനത്തിന് വേണ്ടി ജന്തുക്കളുടെ രക്തം അർപ്പിക്കുമായിരുന്നു. ജന്തുക്കളെ ബലിയർപ്പിച്ച ജന്തുക്കളുടെ രക്തം വഴി പാപമോചനം ലഭിച്ചിരുന്നതായി ഇസ്രായേൽ ജനവും ചുറ്റുമുള്ള എല്ലാ ജനവിഭാഗങ്ങളും വിശ്വസിച്ചിരുന്നു. രക്തത്തിലൂടെയാണ് പാപമോചനം സംഭവിക്കുന്നത്. രക്തം ചിന്താതെ പാപമോചനം ലഭിക്കുകയില്ല. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പാപപരിഹാര ദിനത്തെക്കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാൻ സാധിക്കും. ഈ പാപപരിഹാര ദിനം ജനം അഹറോന്റെ പക്കലേക്ക് 2 ആടുകളെ കൊണ്ടുവരണം. ആ ആടുകളിൽ ഒന്നിനെ ബലിയർപ്പിക്കും, അതിൻ്റെ രക്തം വിശുദ്ധ സ്ഥലത്ത് തെളിയിക്കും. മറ്റേ ആടിൻ്റെ തലയിൽ 2 കൈകളും വെച്ച് ജനത്തിൻ്റെ എല്ലാ പാപങ്ങളും ആ ആടിൻ്റെ തലയിൽ ചുമത്തി ആ ആടിനെ മരുഭൂമിയിലേക്ക് നയിക്കും. മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്ന ആട് അവിടെ വെച്ച് ഭക്ഷണം കിട്ടാതെ ജലം കിട്ടാതെ മരിച്ചു വീഴും. അങ്ങനെ മരിക്കുമ്പോൾ ആ ആട് ചുമന്നു കൊണ്ടുപോയ എല്ലാ പാപങ്ങളും പരിഹരിക്കപ്പെട്ടതായി അവർ വിശ്വസിച്ചു പോന്നു. അങ്ങനെ 2 ആടുകളുടെ ബലി വഴി, ഒരു ആട് ബലി അർപ്പിക്കുന്നത് വഴിയും മറ്റേ ആട് ഈ വസ്തുക്കൾ പാപങ്ങൾ ചുമന്നു കൊണ്ടുപോകുന്നത് വഴിയും ജനത്തിൻ്റെ പാപങ്ങൾക്ക്
പരിഹാരം ചെയ്തു. അങ്ങനെയാണ് പാപപരിഹാര ദിനം എല്ലാ വർഷവും ഇസ്രായേൽ ജനം ആചരിച്ചിരുന്നത്. ഈ രണ്ട് ആടുകളുടെയും സ്ഥാനത്താണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ആ ആടുകളുടെ സ്ഥാനത്ത് തന്നെ ബലിയർപ്പിച്ചത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിലും 1-ാം അധ്യായം 36-ാമത്തെ വചനത്തിലും യേശുവിനെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ അങ്ങനെ പറഞ്ഞത്? ഇസ്രായേൽ ജനത്തിന് ഇത് മനസ്സിലാക്കും. കാരണം എല്ലാ വർഷവും അവരുടെ പാപങ്ങൾ ഒരു ആടിന്റെ തലയിൽ ചുമത്തി ഈ ആടിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നവരാണ് അവർ. ആട് പാപങ്ങൾ ചുമക്കുന്നവൻ ആടാണ് എന്നവർ കരുതിയിരുന്നു. ആ സ്ഥാനത്ത് ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുവാൻ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുവാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈശോ എന്നാണ് സ്നാപക യോഹന്നാൻ അവരെ പഠിപ്പിച്ചത്. ഈ സ്നാപക യോഹന്നാൻ യേശുവിനെ കുഞ്ഞാടായി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപപരിഹാര ദിനം ബലിയർപ്പിക്കപ്പെട്ട ആടിന്റെ സ്ഥാനത്തും ഈ യേശു തന്നെയാണ് നിൽക്കുന്നത്. എബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, യേശു ബലിയർപ്പിച്ചത് കുഞ്ഞാടിന്റെയോ കോലാടിന്റെയോ രക്തം കൊണ്ടല്ല, തൻ്റെ സ്വന്തം രക്തം കൊണ്ടാണ്. അപ്പോൾ ബലിയർപ്പിക്കപ്പെട്ടിരുന്ന കുഞ്ഞാടിന്റെ സ്ഥാനത്ത് ഈശോ തന്നെ ബലിയർപ്പിച്ചു. പാപങ്ങൾ മരുഭൂമിയിലേക്ക് ചുമന്നു കൊണ്ടുപോയിരുന്ന കുഞ്ഞാടിന്റെ സ്ഥാനത്ത് യേശു മനുഷ്യവംശത്തിന്റെ പാപങ്ങൾ ചുമക്കാനായി തയ്യാറായി. അങ്ങനെ യേശു തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് തന്നെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പാപമോചനം നേടി. പാപം മോചിക്കപ്പെടണമെങ്കിൽ രക്തം ചിന്തപ്പെടണമെന്ന് കരുതിയിരുന്ന ഇസ്രായേൽ ജനത്തിനും അന്നത്തെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിൽ പാപമോചനം അവർക്ക് നേടിക്കൊടുക്കണമെങ്കിൽ ഇത് ചെയ്യണമായിരുന്നു. ദൈവികമായി ചിന്തിച്ചാൽ, യേശുവിന്റെ വശത്തു നിന്ന് ചിന്തിച്ചാൽ യേശുവിന് പല മാർഗങ്ങളും ഉണ്ടാകുമായിരുന്നു. എന്നാൽ മനുഷ്യരുടെ വശത്തു നിന്ന് ചിന്തിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തിന്റെ വശത്തു നിന്ന് ചിന്തിക്കുമ്പോൾ, പാപം മോചിക്കപ്പെടണമെങ്കിൽ രക്തം ചിന്തിയേ മതിയാകൂ. രക്തം കൂടാതെ ഒരു പാപമോചനത്തെ കുറിച്ച് സങ്കല്പിക്കാൻ അന്നത്തെ ജനത്തിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർക്ക് ബോധ്യം വരുന്ന രീതിയിൽ അവരുടെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു തന്നെ എളിമപ്പെടുത്തി തന്നെ ഇല്ലാതാക്കി രക്തം ചിന്തിക്കൊണ്ട് പാപമോചനം നൽകാനായി തയ്യാറായത്. അതുകൊണ്ടാണ് യേശു കുരിശിൽ മരിച്ചത്. യേശു കുരിശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ പാപമോചനം ലഭിച്ചതായി വിശ്വസിക്കാൻ അന്നത്തെ ജനത്തിനോ ഇന്നത്തെ ജനത്തിനോ സാധിക്കുമായിരുന്നില്ല. കാരണം പാപമോചനം സംഭവിക്കുന്നത് രക്തത്തിലൂടെയാണ്. വിശുദ്ധ പൗലോസ് എഫേസുകാർക്ക് ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം വഴി നമ്മൾ സകല പാപങ്ങളിൽ നിന്നും വിമോചിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു രക്തം ചിന്താൻ തയ്യാറായത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ വീണ്ടും നാം ഇപ്രകാരം വായിക്കുന്നു, യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നു. ഈ രക്തമാണ് യേശു വിശുദ്ധ കുരിശിൽ അർപ്പിച്ചത്. ഈ രക്തം അർപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഈ വിശുദ്ധ കുരിശിൽ തന്നെ അർപ്പിച്ചത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അപ്പോൾ വിശുദ്ധ കുരിശിൽ യേശു എന്തുകൊണ്ട് മരിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സ്വയം അർപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് ചിന്തിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി, ദൈവസ്നേഹം വെളിപ്പെടുത്താൻ ഈശോ അത്രയും വലിയ ത്യാഗത്തിന് മുതിർന്നു. രണ്ടാമതായി, രക്തം ചിന്താതെ പാപമോചനം ഇല്ല. അതുകൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി രക്തം ചിന്താനായി ഈശോ തയ്യാറായി. രക്തം വഴി ലോകത്തിന് രക്ഷ നേടിക്കൊടുത്തു. അങ്ങനെ കുരിശിന്റെ അർത്ഥം തന്നെ മാറി. അന്ന് വരെ അവമാനത്തിൻ്റെയും പരാജയത്തിൻ്റെയും അടയാളമായ കുരിശ് അന്നു മുതൽ സ്നേഹത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും വിജയത്തിൻ്റെയും അടയാളമായി മാറി. കുരിശ് നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ അടയാളമാണ്. കുരിശ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ അടയാളമാണ്. കുരിശ് നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ സങ്കേതമാണ്. കുരിശിനെ ആശ്രയിക്കുന്നവർ രക്ഷ നേടും. ആ കുരിശിലാണ് യേശു തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി രക്ഷ നേടി നൽകിയത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഉപയോഗിച്ചിരുന്ന അൾത്താരയ്ക്ക്, ബലിപീഠത്തിന് 4 കൊമ്പുകൾ ഉണ്ടായിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം 27-ാം അധ്യായം 2-ാമത്തെ വചനം പറയുന്നു, ബലിപീഠം നിർമ്മിക്കുന്നതോടൊപ്പം ബലിപീഠത്തിന്റെ 4 മൂലകളിലും 4 കൊമ്പുകൾ നിർമ്മിക്കണം.
ആ കൊമ്പുകൾ ബലിപീഠത്തോട് ചേർന്ന് പോകുന്നവയായിരിക്കും. ഈ കൊമ്പുകൾക്ക് വളരെ ആഴമേറിയ അർത്ഥമുണ്ടായിരുന്നു. ഈ കൊമ്പുകൾ ശക്തിയുടെ അടയാളമായിരുന്നു. നമുക്കറിയാം, ഒരു ജന്തുവിൻ്റെ ശക്തിയുടെ അടയാളമാണ് അതിൻ്റെ കൊമ്പ്. അപ്പോൾ ജന്തുവിൻ്റെ ബലത്തെ സൂചിപ്പിക്കുന്ന കൊമ്പിനെ പോലെ അൾത്താരയുടെ ബലിപീഠത്തിൻ്റെ ശക്തിയെയും അതിൻ്റെ ബലത്തെയും സൂചിപ്പിക്കുന്നതാണ് ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ. ഈ ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ 4 ദിക്കുകളിലേക്കുമാണ് നോക്കിയിരുന്നത്. കാരണം എല്ലാ പ്രദേശത്തുമുള്ള എല്ലാ ജനങ്ങൾക്കും രക്ഷ നൽകുന്ന, ആശ്വാസം നൽകുന്ന ബലിപീഠത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ബലിപീഠത്തിന് ആ നാട്ടിലെ സമ്പ്രദായമനുസരിച്ച്, അന്നത്തെ സമ്പ്രദായമനുസരിച്ച്, വിശുദ്ധ ഗ്രന്ഥമനുസരിച്ച് മറ്റൊരു അർത്ഥവും കൂടി ഉണ്ടായിരുന്നു. ഈ ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ ആശ്രയ സങ്കേതമായിരുന്നു. ഉദാഹരണത്തിന്, ആരെങ്കിലും അബദ്ധവശാൽ മറ്റുള്ളവരെ കൊല്ലുവാനോ ഉപദ്രവിക്കാനോ ഇടയായാൽ അവർ തിരിച്ച് ഇവരെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ ഇവർ ഓടിച്ചെന്ന് ഈ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിക്കണമായിരുന്നു. ഈ കൊമ്പുകളിൽ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അവിടെ നിന്ന് അടർത്തി മാറ്റുവാനോ കൊല്ലുവാനോ അനുവാദമില്ല. കാരണം അവൻ ബലിപീഠത്തിൻ്റെ കൊമ്പിൽ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 13-14 വചനങ്ങളിൽ ഇതിനെക്കുറിച്ച് നാം കാണുന്നു. ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ അഭയസ്ഥാനമാണ്. ബലിപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചിരിക്കുന്ന, അബദ്ധവശത്തിൽ ആരെങ്കിലും കൊല്ലാനിടയായ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി വധിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ആശ്രയം നൽകുന്ന സ്ഥലമാണ് ബലിപീഠത്തിൻ്റെ കൊമ്പ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വചനങ്ങളിൽ സോളമൻ അദോണിയായെ പിന്തുടരുന്ന സമയത്ത് അദോണിയ ഓടിച്ചെന്ന് ബലിപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് അഭയം പ്രാപിക്കുന്നു. അതിനാൽ സോളമൻ അദോണിയായോട് ക്ഷമിക്കുന്നു, അദോണിയായെ കൊല്ലാതെ വിടുന്നു. കാരണം ബലിപീഠത്തിൻ്റെ കൊമ്പിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ബലിപീഠത്തിൻ്റെ കൊമ്പ് പഴയ നിയമത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അഭയസ്ഥാനമായിരുന്നു, പാപികൾക്ക് സങ്കേതമായിരുന്നു, രക്ഷ നൽകുന്ന സ്ഥലമായിരുന്നു, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ സ്ഥലത്താണ് യേശുവിൻ്റെ കുരിശ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിൽ ബലിപീഠത്തിന്റെ കൊമ്പിന്റെ സ്ഥാനത്താണ് പുതിയ നിയമത്തിൽ യേശുവിന്റെ കുരിശ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കുരിശിനെ അഭയം പ്രാപിക്കുന്നവർക്ക് പാപത്തിൽ നിന്നും, ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും, മറ്റുള്ളവരിൽ നിന്നും അഭയം ലഭിക്കുന്നു. കുരിശിനെ ആഞ്ഞു പുലുകുന്നവർക്ക് രക്ഷയും സങ്കേതവും ആശ്രയവും ഉറപ്പാണ്. അങ്ങനെ ബലിപീഠത്തിന്റെ കൊമ്പ് പഴയ നിയമത്തിൽ മറ്റുള്ളവർക്ക് അഭയം നൽകിയതുപോലെ ഇന്ന് വിശുദ്ധ കുരിശ് നമുക്ക് അഭയം നൽകുന്നു. യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധമായ കുരിശ് നമ്മുടെ അഭയസ്ഥാനമാണ്. ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ ബലിയർപ്പിക്കുന്ന ആടുകളുടെ, ജന്തുക്കളുടെ രക്തം തെളിക്കുമായിരുന്നു. രക്തം തെളിക്കപ്പെടുന്ന സ്ഥലമായതുകൊണ്ടാണ് അത് പരിശുദ്ധമായ സ്ഥലമായി കണക്കാക്കിയിരുന്നത്, ദൈവത്തിന്റെ അഭയത്തിന്റെ സ്ഥാനമായി കണക്കാക്കിയിരുന്നത്. അങ്ങനെ ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ രക്തം തെളിക്കപ്പെട്ടതുപോലെ ബലിപീഠത്തിന്റെ കൊമ്പുകൾ ബലിയർപ്പിക്കപ്പെടുന്ന ബലിവസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട കുരിശാണ് പുതിയ നിയമത്തിലെ ബലിപീഠത്തിന്റെ കൊമ്പ്, അല്ലെങ്കിൽ അഭയസ്ഥാനം. ഈ അഭയസ്ഥാനത്തേക്ക് വരുന്നവരെ ഈശോ കൈവിടുകയില്ല. ഇതാണ് നമുക്ക് രക്ഷ നൽകുന്നത്. ഈ ലോകത്തിൽ പാപത്തിൻ്റെതോ ബന്ധനത്തിൻ്റെതോ മറ്റേതിൻ്റെതുമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അഭയം പ്രാപിക്കാനുള്ള സ്ഥലമാണ് വിശുദ്ധ കുരിശ്. പഴയ നിയമത്തിൽ അബദ്ധവശാൽ പാപം ചെയ്തവർ ബലിപീഠത്തിലേക്ക് ഓടിയതുപോലെ ഇന്ന് പാപം ചെയ്തു കഴിഞ്ഞാൽ ഈ വിശുദ്ധ കുരിശിലേക്ക് നാം ഓടണം. ശത്രുക്കൾ നമ്മെ പിന്തുടരുമ്പോൾ ഈ വിശുദ്ധ കുരിശിലേക്ക് നമ്മൾ ഓടിയെടുക്കണം. ഈ ലോകത്തിന്റെ ആത്മാക്കൾ നമ്മെ വേട്ടയാടുമ്പോൾ, ഈ ലോകത്തിന്റെ ശക്തികൾ നമുക്കെതിരെ പാഞ്ഞു വരുമ്പോൾ കുരിശിലേക്ക് നാം ഓടണം. ഈ കുരിശാണ് നമുക്ക് അഭയം നൽകുക. കാരണം യേശുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ കുരിശാണ് ഈ കുരിശ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, മറ്റൊരു സങ്കല്പം കൂടി നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിനു മുകളിൽ ഒരു പ്രത്യേകമായ ഒരു ഫലകമുണ്ടായിരുന്നു. കരുണയുടെ ഫലകം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്.
രണ്ട് കെരൂബിമുകളുടെ ഇടയിലായിരിക്കുന്ന സ്വർണം കൊണ്ട് പൊതിഞ്ഞ പരിശുദ്ധമായ സ്ഥലമാണ് കരുണയുടെ ഫലം. ഹിലാസ്തേരിയോൻ എന്ന് ഗ്രീക്ക് ഭാഷയിലും മെഴ്സി സീറ്റ് എന്ന് ഇംഗ്ലീഷ് ഭാഷയിലും പറയുന്ന കരുണയുടെ ഫലകം. ഈ വാഗ്ദാന പേടകത്തിനുള്ളിലാണ് 10 കൽപ്പനകളുടെ പലകകൾ ഉണ്ടായിരുന്നത്. അതിപരിശുദ്ധമായ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഈ കരുണയുടെ ഫലകത്തിൽ അന്ന് ബലിയർപ്പിച്ചതിന് ശേഷം ജന്തുക്കളുടെ ബലി മൃഗങ്ങളുടെ രക്തം തെളിക്കുമായിരുന്നു. കരുണയുടെ ഉറവിടമായിരുന്നു അത്. ലോകത്തിന്റെ പാപങ്ങളെ മുഴുവൻ പൊതിഞ്ഞു വയ്ക്കുന്ന, ലോകത്തിന്റെ പാപങ്ങളെ മുഴുവൻ പരിഹരിക്കുന്ന വാഗ്ദാന പേടകത്തെ മറച്ചു വയ്ക്കുന്ന ആ ഫലകത്തെ പോലെ ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ മറച്ചു വെച്ച്, ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ പരിഹരിച്ച്, ലോകത്തിന്റെ പാപങ്ങളെ മുഴുവൻ മൂടിക്കളയുന്ന ഒരു പുതിയ കരുണയുടെ ഫലകമായി വിശുദ്ധ കുരിശ് പുതിയ നിയമത്തിൽ മഹിമയോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പഴയ നിയമത്തിലെ ബലിപീഠത്തിന്റെ കൊമ്പിന്റെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് വിശുദ്ധ കുരിശുണ്ട്. പഴയ നിയമത്തിലെ കരുണയുടെ ഫലകത്തിന്റെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് വിശുദ്ധ കുരിശുണ്ട്. പഴയ നിയമത്തിൽ ഇവയാണ് ജനത്തിന് പാപമോചനം നൽകിയിരുന്നതും, ജനത്തിന് ആശ്വാസം നൽകിയിരുന്നതും, സംരക്ഷണം നൽകിയിരുന്നതും, ആശ്രയം നൽകിയിരുന്നതും. ഇന്ന് നമുക്ക് സംരക്ഷണം നൽകാൻ, നമുക്ക് ആശ്രയം നൽകാൻ നമുക്ക് ഈ വിശുദ്ധ കുരിശുണ്ട്. ഈ വിശുദ്ധ കുരിശിനെ നമുക്ക് സ്നേഹത്തോട് സമീപിക്കാം. ഈ വിശുദ്ധ കുരിശിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാം. അവസാനമായി സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ നാം കാണുന്നു, ഇസ്രായേൽ ജനം സർപ്പദംശനമേറ്റ് മരണത്തിലേക്ക് വഴുതി വീണപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ പിച്ചള സർപ്പമുണ്ടാക്കി വടിയിൽ ഉയർത്തിപ്പിടിക്കുക. ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നവരെല്ലാം മരണത്തിൽ നിന്ന് മോചനം നേടും, വിഷത്തിൽ നിന്ന് മോചനം നേടും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തിന്റെ സ്ഥാനത്താണ് യേശു ക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെട്ടത്. പാപത്തിന്റെ വിഷത്തിൽ നിന്ന്, പാപത്തിന്റെ ദംശനത്തിൽ നിന്ന് മനുഷ്യവംശത്തെ രക്ഷിക്കാൻ വേണ്ടി ഉയർത്തപ്പെട്ട കുരിശിൽ മരിച്ച യേശുവിനെ നോക്കുന്നവർക്കാണ് പാപമോചനം ലഭിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ബലിപീഠത്തിന്റെ കൊമ്പിന്റെ സ്ഥാനത്ത്, കരുണാഫലകത്തിന്റെ സ്ഥാനത്ത്, മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തിന്റെ സ്ഥാനത്ത് ഇന്ന് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ കുരിശ് നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു. രക്ഷ നൽകാനായി ഈ ലോകത്തിൽ നമുക്ക് പാപത്തിന്റെ ദംശനമേൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പൈശാചിക ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അഭയം തേടാനുള്ള സ്ഥലമാണ് വിശുദ്ധ കുരിശ്. ഈ കുരിശിൽ യേശു മരിച്ചത് സകല ജനത്തിനും വേണ്ടിയാണ്. ആർക്കെങ്കിലും കുറച്ചു പേർക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം രക്ഷിക്കപ്പെടാത്ത സകല ജനങ്ങളും രക്ഷിക്കപ്പെടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ഈ രക്ഷ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടി മാത്രമല്ല, സകല മനുഷ്യർക്കും വേണ്ടിയാണ് ഈശോ മരിച്ചത്. എന്നാൽ ഈശോ മരിച്ച കാര്യം അറിയാത്ത, ഈശോ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത കാര്യം അറിയാതെ പാപത്തിൽപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ജനങ്ങളാണ് ഇന്നും ഈ ലോകത്തിലുള്ളത്. അവർക്ക് ഈ രക്ഷയുടെ സന്ദേശം പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ രക്ഷകനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അവർ ഏതെല്ലാം പാപത്തിലാണോ പെട്ടുകിടക്കുന്നത്, ഏതെല്ലാം പാപം വഴിയാണോ അവർ വേദനിക്കുന്നത്, ആ പാപത്തിന് ഈശോ പരിഹാരം ചെയ്തു കഴിഞ്ഞു. അവരുടെ ബന്ധനങ്ങൾക്ക് ഈശോ വിമോചനം നൽകിക്കഴിഞ്ഞു. എന്നാൽ അവർ ആ രക്ഷയിലേക്ക് വന്നിട്ടില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പറയുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സത്യം അറിയണം. അതിനാൽ എല്ലാവരും ഈ കുരിശിനെ അറിയണം, ഈ കുരിശിലൂടെ രക്ഷ പ്രാപിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. കുരിശിൽ മരിച്ച് ലോകത്തെ രക്ഷിച്ച ഈശോയെ രക്ഷകനായി മറ്റുള്ളവർക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. യേശുവിൻ്റെ കുരിശുമരണത്തെ ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം തെയോസ് വിശുദ്ധവാര ധ്യാനത്തിന്റെ ഭാഗമായി ഈ ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ അഭയം പ്രാപിച്ചവരെ സംരക്ഷിച്ച കർത്താവേ, അവർക്ക് അഭയം നൽകിയ കർത്താവേ, ഇന്ന്
അങ്ങയുടെ കുരിശിന്റെ തണലിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങൾക്ക് അഭയം നൽകണമേ. പാപികളായ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും അങ്ങയുടെ കുരിശിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കാനുള്ള അവസരം ഒരുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങളോടുള്ള സ്നേഹം പ്രകടമാക്കിയ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.